ഹലോ, ഹലോ. ഹായ് ആൾ. ഗുഡ് ഈവനിംഗ്. നമ്മളുടെ ഓട്ടോമൊബൈലിലെ എഎംവിയുടെ ബാച്ചിലർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോമൊബൈലിന്റെ ലൈവ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓട്ടോമൊബൈലിലെ ടെക്നിക്കൽ ആയിട്ടുള്ള ഓട്ടോമൊബൈലിന്റെ പാർട്ടിലെ നമുക്കറിയാം നമ്മുടെ സിലബസ് പ്രകാരം ഓട്ടോമൊബൈൽ എന്ന് പറയുമ്പോൾ 40 മാർക്കിനാണ് നമ്മുടെ പ്രീവിയസ് സിലബസ് പ്രകാരം ഉള്ളത്. ഇനി പുതിയ സിലബസ് ആണെന്നുണ്ടെങ്കിലും വലിയ രീതിയിൽ മാറ്റങ്ങളൊന്നും വരാനുള്ള സാധ്യത കാണുന്നില്ല. ഇപ്പൊ നമുക്ക് മെക്കാനിക്കലിന്റെ പാർട്ട് ഒരു 40 മാർക്കിനും അതേപോലെ തന്നെ ഓട്ടോമൊബൈലിന്റെ പാർട്ട് ഗുഡ് ഈവനിങ് 40 മാർക്കിനും നമ്മളുടെ ഓട്ടോമൊബൈലിലെ എഎംവിയുടെ ബാച്ചിലർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോമൊബൈലിന്റെ പാർട്ട് ഒരു 40 മാർക്കിനും അതോടൊപ്പം തന്നെ നമ്മളെ സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ, നമ്മളെ മോട്ടോർ വെഹിക്കിൾ ആക്ട് കാര്യങ്ങളൊക്കെ സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് ഒരു 20 മാർക്കിനും ഇങ്ങനെയാണ് നമ്മുടെ സിലബസ് വരുന്നത്. സോ ഇതിൽ ഓട്ടോമൊബൈലിന്റെ ഭാഗത്തിലെ ഫസ്റ്റ് ഭാഗമാണ് എഞ്ചിൻ കൺസ്ട്രക്ഷൻ ആൻഡ് റിലേറ്റഡ് സിസ്റ്റംസ് എന്ന് പറയുന്ന ഭാഗം. സോ എഞ്ചിൻ കൺസ്ട്രക്ഷൻ ആൻഡ് റിലേറ്റഡ് സിസ്റ്റംസ് ഉള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് വലിയ മൊഡ്യൂളാണെന്ന് പറഞ്ഞാൽ കുറച്ചധികം നമുക്ക് പഠിക്കാനുണ്ട്, കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്ന പോയിന്റ്സ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓരോ പോയിന്റ് നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാം. അതനുസരിച്ച് നമ്മൾ സ്ലോലി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഓട്ടോമൊബൈലിന്റെ പാട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് തന്നെ ക്ലാസ് എടുത്ത് പോകുന്നുള്ളൂ. അപ്പോൾ ഓരോ സെക്ഷൻസ് നിങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾ നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ എനിക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് നമ്മൾ ഈ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഓഫ് എഞ്ചിൻ ആണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത്. ഈ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഓഫ് എഞ്ചിന്റെ ഭാഗം വരുന്ന സമയത്ത് ആദ്യം നമുക്ക് എഞ്ചിന്റെ കുറെ പാർട്സുകളുടെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. സോ നമ്മളത് പഠിക്കുന്നതിന് മുന്നോടിയായിട്ട് എഞ്ചിനും എഞ്ചിന്റെ ക്ലാസിഫിക്കേഷനും ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. സോ ഫസ്റ്റ് നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്, എഞ്ചിനുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. എന്തൊക്കെയാണ് ഒരു എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എഞ്ചിന്റെ അറേഞ്ച്മെന്റ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ആൻ എഞ്ചിൻ, എന്താണ് ഒരു എഞ്ചിൻ എന്നുള്ളത്. സിമ്പിൾ ചോദ്യമാണ്. അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാം എന്ന് പറയാം, പ്രതീക്ഷിക്കാതിരിക്കാം. കാരണം സിമ്പിൾ ആയിട്ട് ചോദ്യമാണ്. ITI ലെവൽ എക്സാം വരുന്ന സമയത്തൊക്കെ നോർമലി ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇടാറുണ്ട്. കാരണം ഏത് ആളുകൾക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വേണം. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. പക്ഷെ ചില ആളുകൾ ഇതെന്ത് ചെയ്യാറുണ്ട്, ചില സമയങ്ങളിൽ തെറ്റിക്കാറുണ്ട് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻസ് നോർമലി തെറ്റിക്കാറുണ്ട്. സോ ഫസ്റ്റ് വാട്ട് ഈസ് ആൻ എഞ്ചിൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ആൻ എഞ്ചിൻ, എന്താണ് എഞ്ചിൻ എന്ന് പറയുന്നത്? എഞ്ചിൻ ഈസ് എ മെഷീൻ വിച്ച് ഈസ് ഡിസൈൻ ടു കൺവേർട്ട് എനർജി ഇൻ ടു യൂസ്ഫുൾ മെക്കാനിക്കൽ വർക്ക്. അല്ലെ, ഒരു മെഷീൻ, എഞ്ചിൻ എന്ന് പറയുന്ന ഒരു മെഷീനാണ് വിച്ച് കൺവേർട്ട് ഒരു എനർജിയെ യൂസ്ഫുൾ ആയിട്ടുള്ള മെക്കാനിക്കൽ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് നമ്മൾ എന്ത് പറയുന്നത്, എഞ്ചിൻ എന്ന് പറയുന്നത്. കൺവേർട്ട് എനർജി ഇൻ ടു യൂസ്ഫുൾ മെക്കാനിക്കൽ വർക്ക്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന എഞ്ചിൻ പറഞ്ഞാൽ കമ്പസ്റ്റൻ എഞ്ചിൻസ് ആണ്. കമ്പസ്റ്റൻ എഞ്ചിന് അപ്പൊ ഒരു കമ്പസ്റ്റൻ എഞ്ചിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ഒരു എനർജി ചേഞ്ച് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ കമ്പസ്റ്റൻ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു എഞ്ചിനിലോട്ട് ആദ്യം കൊടുക്കുന്ന കെമിക്കൽ എനർജിയാണ് അല്ലെ. ഫോർ എക്സാമ്പിൾ കെമിക്കൽ എനർജിക്ക് എന്തൊക്കെ എക്സാമ്പിൾ പറയാം. നമ്മൾ നോർമലി കൊടുക്കുന്ന ഈ പെട്രോള് അല്ലെങ്കിൽ എന്താ പറയാ ഡീസൽ അല്ലെങ്കിൽ CNG, ഇതൊക്കെ എന്താണ്, കെമിക്കൽ എനർജിയാണ് അല്ലെ. ഇതിലൊക്കെ ഉണ്ടാകുക കെമിക്കൽ എനർജിയാണ്. സോ ഒരു പെട്രോൾ ഒരു സാധാരണ ഒരു എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന എഞ്ചിന്റെ എനർജി എന്ന് പറഞ്ഞാൽ കെമിക്കൽ എനർജിയാണ്. സോ കെമിക്കൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ആവും, ഹീറ്റ് എനർജി ആയി കൺവേർട്ട് ചെയ്യും. കെമിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആക്കി കൺവേർട്ട് ചെയ്യും. അതായത് ഈ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അല്ലെങ്കിൽ CNG എന്നുള്ള ഈ ഒരു സംഭവം അല്ലെ, ഒരു ഫ്യൂൽ എന്ന് പറഞ്ഞ കെമിക്കൽ ഫ്യൂൽ, അത് കത്തിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ ഹീറ്റ് എനർജി ആക്കി മാറ്റുന്നു. ദെൻ ആ ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ഈ ഹീറ്റ് എനർജി മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു എഞ്ചിൻ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ ഇതാണ് ഒരു കമ്പസ്റ്റൻ എഞ്ചിന്റെ ഉള്ളിൽ നടക്കുന്നത്. കെമിക്കൽ എനർജിയെ ആഫ്റ്റർ ഓൾ ഒരു എനർജി മറ്റൊരു എനർജിയിലോട്ടാക്കി മാറ്റിയാണ് നോർമലി ചെയ്യുന്നത്. സോ സ്റ്റാർട്ടിങ് വിത്ത് കെമിക്കൽ എനർജിയിൽ നിന്നും ലാസ്റ്റ് മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അതിനിടയിൽ നമ്മളൊരു ഹീറ്റ് എനർജി
അതിലോട്ട് മാറിയതിന് ശേഷമാണ് മാറുന്നത്. സോ സിമ്പിളായിട്ട് പറയാം, നമുക്ക് ഒരു എനർജി നമ്മൾ നോർമലി പണ്ട് കാലങ്ങൾക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞിട്ട് ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്തായാലും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ എനർജി നെയ്തർ ക്യാൻ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോം വൺ ഫോം ടു അനദർ. അല്ലെ, ഊർജ്ജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല, ഒരു രൂപത്തിലുള്ള ഊർജ്ജത്തെ മറ്റൊരു രൂപത്തിലോട്ട് മാറ്റാൻ സാധിക്കുമെന്നാണ്. നമ്മൾ ഈസ് എ ഡിവൈസ് വിച്ച് ട്രാൻസ്ഫോം ദ കെമിക്കൽ എനർജി ഓഫ് എ ഫ്യൂവൽ ഇൻ ടു തെർമൽ എനർജി ആൻഡ് യൂസസ് ദിസ് എനർജി ടു പ്രൊഡ്യൂസ് മെക്കാനിക്കൽ വർക്ക്. അല്ലെ, അതായത് കെമിക്കൽ എനർജി ഓഫ് ഫ്യൂവലിന്റെ കെമിക്കൽ എനർജിയെ കമ്പഷന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന, അതിൽ നിന്ന് നമുക്ക് തെർമൽ എനർജി രൂപപ്പെട്ട് ആ തെർമൽ എനർജി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മെക്കാനിക്കൽ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതിനാണ് നമ്മൾ നോർമലി ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. അല്ലെ, അവിടെ ഒരു ഹീറ്റ് തെർമൽ എനർജി ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് അവിടെ നിന്ന് ഈ ഒരു ഹീറ്റ് എഞ്ചിൻ എന്നുള്ള പേര് വന്നത്. സോ വാട്ട് ഈസ് എ ഹീറ്റ് എഞ്ചിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയണം എന്താണ് ഒരു ഹീറ്റ് എഞ്ചിൻ എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് അടുത്തെന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്ലാസിഫിക്കേഷനിലോട്ട് പോവാണ്, മെല്ലെ ക്ലാസിഫിക്കേഷനിലോട്ട് പോവാണ്. ഫസ്റ്റ് വൺ എന്താണ്, ഹീറ്റ് എഞ്ചിൻ മേ ബി ക്ലാസിഫൈഡ് ആസ് ബേസിസ് ഓൺ ദി കമ്പഷൻ ഓഫ് ദി ഫ്യൂൽ ടേക്ക് പ്ലേസ്. ഒരു ഹീറ്റ് എഞ്ചിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെ? അതിൻ്റെ ഉള്ളിലെ കമ്പഷൻ ഓഫ് ദി ഫ്യൂവലിന്റെ കമ്പഷൻ എവിടെ വെച്ചാണ് നടക്കുന്നത് എന്നതിന് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഹീറ്റ് എഞ്ചിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. വെദർ ഔട്ട്സൈഡ് ഓഫ് ദി സിലിണ്ടർ ഓർ ഇൻസൈഡ് ഓഫ് ദി സിലിണ്ടർ. സിലിണ്ടറിന്റെ അകത്താണോ ചെയ്യുന്നത് അല്ലെങ്കിൽ സിലിണ്ടറിന്റെ പുറത്താണോ ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഹീറ്റ് എഞ്ചിനെ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് രണ്ട് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ, രണ്ടാമത്തെ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ. എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിനെ നോർമലി EC എഞ്ചിൻ എന്നാ പറയാറുള്ളത്, ഇന്റേണൽ കമ്പഷൻ എഞ്ചിനെ നോർമലി IC എഞ്ചിൻ എന്നാ പറയാറുള്ളത്. സിമ്പിൾ കാര്യങ്ങളാണ്, നമ്മൾ ഓട്ടോമൊബൈലിന്റെ ബേസിക്സ് ആണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സോ EC എഞ്ചിനും IC എഞ്ചിനും നോർമലി ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും, ചില ക്വസ്റ്റ്യൻ പേപ്പർക്ക് നമുക്ക് EC എഞ്ചിൻ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. സോ അത് നിങ്ങൾ ഏതാണോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് തന്നെ വേണം ആൻസർ ചെയ്യാൻ. സോ നെക്സ്റ്റ് അടുത്ത് നമുക്ക് എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിനെ കുറിച്ചാണ് പറയാനുള്ളത്. ചെറുതായിട്ടേ പറയുന്നുള്ളൂ, കാരണം നമ്മൾ എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ അല്ല നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത് എന്താണ്, ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ ആണല്ലേ. അപ്പൊ എന്താണ് എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ? എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ എന്തിനാണ്? കമ്പഷൻ ഓഫ് ദി എയർ ഫ്യൂവൽ ഈസ് ഔട്ട്സൈഡ് ദി സിലിണ്ടർ. എഞ്ചിന്റെ സിലിണ്ടറിന്റെ പുറത്ത് വെച്ചിട്ടാണ് എന്ത് വരുന്നത്, എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിനിൽ കമ്പഷൻ നടക്കുന്നത്. എഞ്ചിൻ സിലിണ്ടറിന്റെ പുറത്ത് വെച്ചിട്ടാണ് എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിനിൽ കമ്പസ്റ്റ് നടക്കുന്നത്. അതായത് ഒരു എഞ്ചിന്റെ സിലിണ്ടറിന്റെ അകത്തല്ല ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത്, എഞ്ചിൻ സിലിണ്ടറിന്റെ പുറത്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സ്റ്റീം എഞ്ചിൻ. എങ്ങനെയാണ് ഒരു സ്റ്റീം എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്? അതായത് നമുക്ക് കമ്പസ്റ്റ് നടക്കാനുള്ള ഒരു പ്ലേസ് ഉണ്ടാവും അല്ലെ, അവിടെ നമ്മൾ കോളൊക്കെ ഇട്ടിട്ട് കോള് കത്തിച്ചിട്ട് ഒരു ഇതിലുള്ള കണ്ടെയ്നറിലുള്ള അല്ലെങ്കിൽ ബോയിലറിലുള്ള വെള്ളത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചൂടാക്കുന്നു. ആ വെള്ളം ചൂടാക്കിയിട്ട് വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാക്കി അത് സ്റ്റീമായി മാറുന്നു അല്ലെ, വേപ്പറൈസ് സ്റ്റീമായി മാറുന്നു. ഈ സ്റ്റീമിനെ നമ്മൾ എഞ്ചിന്റെ സിലിണ്ടറിന്റെ അകത്തോട്ട് കടത്തി വിടുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റീമിനെ ഇങ്ങനെ അങ്ങോട്ട് കടത്തി വിടുന്നു. സോ ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിന് ഉദാഹരണമാണ് സ്റ്റീം എഞ്ചിൻ എന്ന് പറയുന്നത്. കാരണം അതിൽ നമുക്ക് കറക്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും, അതായത് ഇതിന്റെ സിലിണ്ടറിന്റെ അകത്തല്ല ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത്, സിലിണ്ടറിന്റെ പുറത്താണ് ഊർജ്ജം കമ്പസ്റ്റ് നടക്കുന്നത്, കമ്പസ്റ്റ് നടക്കുന്നത്. സോ അതാണ്, അതിന് ശേഷമാണ് അത് ഇവിടേക്ക് എത്തുന്നത്, സിലിണ്ടറിന്റെ അകത്തേക്ക് കടത്തി വിടുന്നത്. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്ന് പറയുന്നത്. കമ്പഷൻ ഓഫ് എയർ ഫ്യൂൽ ഈസ് ഔട്ട്സൈഡ് ദി എഞ്ചിൻ സിലിണ്ടർ. അതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അതിന്റെ എഫിഷ്യൻസി തന്നെയാണ്, വളരെ കുറഞ്ഞ എഫിഷ്യൻസിയാണ്. കുറെ ഡ്രോബാക്സ് ഉണ്ട്, നമുക്ക് പറയാം, ഓരോന്നോരോന്നിട്ട് പറയാം. ലോവർ എഫിഷ്യൻസി ഈസ് അബൌട്ട് 15 to 20%. അതിന്റെ ഒരു എഫിഷ്യൻസി വരുന്നത് അറൌണ്ട് 15 മുതൽ 20% വരെ അതിന്റെ എഫിഷ്യൻസി വരുള്ളൂ. വളരെ ലോ ആണ് അല്ലെ, വെരി ലോ ആണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതാണ് ഇതിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. സോ ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിന്, IC എഞ്ചിന് നമുക്ക് പറയാനുള്ളത് എന്തായിരിക്കും, എഞ്ചിന്റെ സിലിണ്ടറിന്റെ അകത്ത് വെച്ചാണ് കമ്പസ്റ്റൻ നടക്കുന്നത്. എഞ്ചിന്റെ സിലിണ്ടർ, ദ ഫ്യൂൽ ഓഫ് ദി കമ്പസ്റ്റൻ ഓഫ് എയർ ഫ്യൂൽ ടേക്ക് പ്ലേസ് ഇൻസൈഡ് ദി എഞ്ചിൻ സിലിണ്ടർ. എഞ്ചിൻ സിലിണ്ടറിന്റെ അകത്ത് വെച്ച് കമ്പസ്റ്റൻ നടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, IC എഞ്ചിൻ എന്ന് പറയുന്നത്. അതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് അറൌണ്ട് 35 to 40% ആണ് അതിന്റെ എഫിഷ്യൻസി. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ളത് പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ, നമ്മളിവിടെ കാണുന്ന എഞ്ചിനൊക്കെ എഞ്ചിന്റെ സിലിണ്ടർ ഉണ്ടാവും, സിലിണ്ടറിന്റെ അകത്ത് നമ്മൾ IC എഞ്ചിൻസ് വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന എഞ്ചിൻസ് ഒക്കെ IC എഞ്ചിൻസ് ആണ്. സ്റ്റീം എഞ്ചിൻ അറിയാലോ, സ്റ്റീം എഞ്ചിൻ പണ്ട് കാലങ്ങളിലൊക്കെ ട്രെയിനിലൊക്കെ ഉപയോഗിച്ചിരുന്ന അല്ലെ, അതാണ് സ്റ്റീം എഞ്ചിൻ എന്ന് പറയുന്നത്. സോ എഞ്ചിന്റെ സിലിണ്ടറിന്റെ അകത്ത് വെച്ച് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനെ IC എഞ്ചിൻ എന്ന് പറയുന്നു. എഞ്ചിന്റെ സിലിണ്ടറിന്റെ പുറത്ത് വെച്ച് കമ്പസ്റ്റ് നടക്കുന്നതിനെ
അല്ലെ? കമ്പസ്റ്റൻ നടക്കുന്നതിന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതെന്നല്ല, കമ്പസ്റ്റൻ നടക്കുന്നതെന്ന് തന്നെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പറയാട്ടോ. പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞപ്പോൾ മാറിപ്പോയി എങ്കിലും കമ്പസ്റ്റൻ നടക്കുന്നതിന് കമ്പസ്റ്റൻ നടക്കുന്ന എഞ്ചിൻ സിലിണ്ടർ പുറത്താണെങ്കിൽ എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ, കമ്പസ്റ്റൻ നടക്കുന്നത് സിലിണ്ടറിന്റെ അകത്താണെങ്കിൽ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്നാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാം. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ കൂടാതെ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു IC എഞ്ചിനെയും ഒരു EC എഞ്ചിനെയും ഡിഫറെന്റ് ആക്കുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതായത് നമ്മളൊരു IC എഞ്ചിന്റെയും ഒരു EC എഞ്ചിന്റെയും കമ്പാരിസൺ ആണ് പറയാൻ പോകുന്നത് കേട്ടോ. ഒരു IC എഞ്ചിന്റെയും EC എഞ്ചിന്റെയും കമ്പാരിസൺ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവും? ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിന്, എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻസ്, രണ്ട് ടൈപ്പ് എഞ്ചിൻസിനെ രണ്ടായിട്ട് എടുക്കുന്നത്. ഞാനിവിടെ ജസ്റ്റ് ബോൾഡായി മാർക്ക് ചെയ്തോടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് പറയാൻ പോകുന്ന സെന്റൻസിലുള്ളത് ഫുൾ ആയിട്ട് വായിക്കേണ്ട ഒരു അവസ്ഥ ഒന്നും വരുന്നില്ല. സോ ഫസ്റ്റ് എന്താ? കമ്പസ്റ്റിംഗ് ഫിൽ ടേക്ക് പ്ലേസ് ഇൻസൈഡ് ദി എഞ്ചിൻ സിലിണ്ടർ, കമ്പസ്റ്റിംഗ് ഫിൽ ടേക്ക് പ്ലേസ് ഔട്ട്സൈഡ് ദി എഞ്ചിൻ സിലിണ്ടർ. ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല, കാരണം നമ്മൾ ഇത്രയും നേരം പറഞ്ഞു തന്നെ ഈ ഫസ്റ്റത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. രണ്ടാമത് പറയാണ് ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ IC എഞ്ചിന് ലെസ് സ്പേസ് മതി. കാരണം എന്താ? ഈ എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിന് മോർ സ്പേസ് വേണം. എന്തായിരിക്കും കാരണം? എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിന് സിലിണ്ടറിന് പുറത്താണ് സ്റ്റീം ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെ? ആ സ്റ്റീമാണ് അതിൽ ഒരു സ്റ്റീം എഞ്ചിൻ ആണെങ്കിൽ സ്റ്റീമാണ് സിലിണ്ടറിന്റെ അകത്തോട്ട് കടത്തിവിടുന്നത്. സോ കമ്പസ്റ്റൻ നടക്കാൻ വേണ്ടിയിട്ട് പുറത്തൊരു സാധനം കാര്യങ്ങളൊക്കെ വേണ്ടത് കൊണ്ട് അവിടെ സ്പേസ് കൂടുതലായിട്ട് വേണം, ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പേസ് കൂടുതലായിട്ട് വേണം. ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ സിലിണ്ടറിന്റെ അകത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് അവിടെ വലിയ കൂടുതലായിട്ടുള്ള സ്പേസോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും വേണം എന്നില്ല. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്താ? അടുത്തത് IC എഞ്ചിന്റെ കേസിലാണെങ്കിൽ ഡു നോട്ട് റിക്വയർ ബോയിലർ, ഫർണസ് ഓർ കണ്ടൻസർ, ലൈറ്റ് ആൻഡ് കോമ്പാക്ട്. അതായത് നമുക്കൊരു IC എഞ്ചിന് ബോയിലറോ ഫർണസോ കണ്ടൻസറോ കാര്യങ്ങളൊന്നും വേണ്ട. സോ ഇറ്റ് വിൽ ബി ലൈറ്റ് ആൻഡ് കോമ്പാക്ട്, ചെറിയ എഞ്ചിൻ ആയിരിക്കും. എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനെ കമ്പയർ ചെയ്യുമ്പോൾ IC എഞ്ചിന് വളരെ ചെറുതായിരിക്കും, കോമ്പാക്ട് ഡിസൈൻ ആയിരിക്കും അല്ലെ? എക്സ്റ്റേണൽ കമ്പസ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ അതിലൊരു ബോയിലർ വേണം, ഫർണസ് വേണം, കണ്ടൻസർ വേണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ ഹെവി എഞ്ചിൻ ആയിരിക്കും, കംപ്രസർ ആയിരിക്കും. നമുക്കൊരു കോമ്പാക്ട് ഡിസൈൻ ആയിരിക്കില്ല, കുറച്ചൊരു പ്രയാസകരമായിട്ടില്ല, കുറച്ചൊരു ഇതായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ഈസ് ഈസി ആൻഡ് ക്വിക്ക്. IC എഞ്ചിനിൽ നമുക്ക് ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ അതിനുള്ളിൽ തന്നെയാണ് കമ്പസ്റ്റൻ നടക്കുന്നത്, പെട്ടെന്ന് ക്രാങ്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ EC എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ, എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഓഫ് ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റീം ജനറേറ്റ് ചെയ്യണം. ആദ്യം സ്റ്റീം ജനറേറ്റ് ചെയ്താലുള്ളൂ നമുക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. സോ സ്റ്റാർട്ടിംഗ് ഈസ് വെരി സ്ലോ. സ്റ്റാർട്ടിംഗ് ഈസ് സ്ലോ ബിക്കോസ് സ്റ്റീം മസ്റ്റ് ബി ജനറേറ്റഡ് ഫസ്റ്റ്. സ്റ്റീമിനെ ഫസ്റ്റ് ജനറേറ്റ് ചെയ്യണം. അതാണ് എന്ത് പറയുന്നത്? എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനിലെ സ്റ്റാർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് പറയാനല്ലേ. നെക്സ്റ്റ് വർക്കിംഗ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഇൻസൈഡ് ദ എഞ്ചിൻ സിലിണ്ടർ ഇസ് വെരി ഹൈ. എഞ്ചിന്റെ സിലിണ്ടറിന്റെ അകത്തുള്ള വർക്കിംഗ് പ്രഷർ അല്ലെങ്കിൽ വർക്കിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. കാരണം സിലിണ്ടറിന്റെ അകത്ത് തന്നെയാണ് കമ്പസ്റ്റൻ നടക്കുന്നത് അല്ലെ? അപ്പോൾ പ്രഷർ കുറച്ച് കൂടും. നെക്സ്റ്റ് അടുത്ത EC എഞ്ചിന്റെ കേസിലാവുമ്പോൾ കമ്പാരിറ്റീവ്ലി ലോ, കാരണം സിലിണ്ടറിന്റെ അകത്തല്ല കമ്പസ്റ്റൻ നടക്കുന്നത്, പുറത്താണ് കമ്പസ്റ്റൻ നടക്കുന്നത്. സോ ഇറ്റ് വിൽ ബി കമ്പാരിറ്റീവ്ലി ലോ ആയിരിക്കും എന്ത് വരിക? വർക്കിംഗ് പ്രഷറും ടെമ്പറേച്ചറിനെ കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ലോ ആയിരിക്കും. നെക്സ്റ്റ് അടുത്തത് സിൻസ് കമ്പസ്റ്റൻ ഒക്കേഴ്സ് ഇൻസൈഡ് സിലിണ്ടർ, സോ ഇറ്റ് വിൽ ബി വെരി നോയ്സി. നമ്മൾ എഞ്ചിന്റെ സിലിണ്ടറിന്റെ അകത്ത് തന്നെയാണ് കമ്പസ്റ്റൻ നടക്കുന്നത് കൊണ്ട് എഞ്ചിന്റെ വർക്കിംഗ് നോർമലി എന്തായിരിക്കും? നോയ്സ് കൂടുതലായിരിക്കും, വെരി നോയ്സി ആയിരിക്കും. നമ്മളൊരു EC എഞ്ചിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബി സ്മൂത്ത് ആൻഡ് സൈലന്റ് ഓപ്പറേഷൻ. കാരണം കമ്പസ്റ്റൻ നടക്കുന്നത് സിലിണ്ടറിന്റെ അകത്തല്ല, പുറത്ത് വേറെ സ്ഥലത്ത് വെച്ചിട്ട് കമ്പസ്റ്റൻ നടന്നിട്ട് അവിടേക്ക് ആവശ്യമായിട്ടുള്ള എനർജി, സ്റ്റീം എനർജി ആണെങ്കിൽ സ്റ്റീം എനർജിയാണ് എന്ത് ചെയ്യുന്നത്? കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് തെർമൽ എഫിഷ്യൻസി ഈസ് ഹൈ ഇൻ IC എഞ്ചിൻ. ഇറ്റ് വിൽ അറൌണ്ട് 35 to 40%. അത് അറൌണ്ട് 35 to 40% ഉണ്ടായിരിക്കും, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു. തെർമൽ എഫിഷ്യൻസി എന്തായിരിക്കും? എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ലോ ആയിരിക്കും അല്ലെ? ഇറ്റ്സ് എഫിഷ്യൻസി വിൽ ബി അറൌണ്ട് 15 to 20%. ആകെ ഒരു 15 മുതൽ 20% വരെയൊക്കെ എന്തുണ്ടാവുള്ളൂ? അതിന്റെ തെർമൽ എഫിഷ്യൻസി ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഒരു IC എഞ്ചിൻ EC എഞ്ചിന്റെ ഒരു കമ്പാരിസൺ ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഞാൻ നെക്സ്റ്റ് അടുത്ത മൂവിങ് ടു നെക്സ്റ്റ് സെക്ഷൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് IC എഞ്ചിൻ. IC എഞ്ചിന്റെ ക്ലാസിഫിക്കേഷൻസിലോട്ട് മൂവ് ചെയ്യാണ്. IC എഞ്ചിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. നമ്മളൊരു എഞ്ചിനെ കുറിച്ചൊക്കെ ഇനി പഠിക്കാൻ പോകുമ്പോൾ ഡിഫറെന്റ് ഭാഗങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ആ എഞ്ചിന്റെ ക്ലാസിഫിക്കേഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്കത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഏതൊക്കെ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ, കാരണം ചെറിയ ഏതെങ്കിലും ഒരു പാർട്ട് പറയുന്ന സമയത്ത് അത് ഈ ക്ലാസിഫിക്കേഷനിൽ ഈ ഒരു ഭാഗത്ത് വരുന്നതെന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. സോ നമുക്ക് കുറച്ചധികം ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അറൌണ്ട് 10 to 12 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ആ ക്ലാസിഫിക്കേഷൻ തന്നെയാണ് അതിന്റെ മെയിൻ എന്ന് പറയുന്നത്. സോ അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ബേസിക്സ് ആണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് പറയുന്നത് കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.
സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓരോ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ ഓരോന്നിനും സബ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടാവും. അപ്പൊ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ടൈപ്പ് ഓഫ് ഫ്യൂൽ യൂസ്ഡ്. അതിൽ ഉപയോഗിക്കുന്ന ഫ്യൂലിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദി ടൈപ്പ് ഓഫ് ഫ്യൂൽ യൂസ്ഡ്. അതിൽ ഉപയോഗിക്കുന്ന ഫ്യൂലിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ദി ടൈപ്സ് ഓഫ് ഫ്യൂൽ യൂസ്ഡ്, ഫ്യൂലിനെ ബേസ് ചെയ്തുള്ള ക്ലാസിഫിക്കേഷൻ. പെട്രോൾ ഉണ്ട്, അതേപോലെ തന്നെ ഗ്യാസോലിൻ ഉണ്ട്, ഡീസൽ ഉണ്ട്, ഗ്യാസ് എഞ്ചിൻസ് ഉണ്ട്. അല്ലെങ്കിൽ പെട്രോൾ ഓർ ഗ്യാസോലിൻ എഞ്ചിൻസ്, നമുക്ക് പെട്രോൾ എഞ്ചിൻ പറയാം, ഡീസൽ എഞ്ചിൻ പറയാം, ഗ്യാസ് എഞ്ചിൻസ് പറയാം. ഗ്യാസ് എഞ്ചിൻസ് മീൻസ് CNG കാര്യങ്ങളൊക്കെ. ഇത് ഇനി എലാബറേറ്റ് ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ പെട്രോൾ എഞ്ചിനുകളിൽ നോർമലി പെട്രോൾ ആണ് ഫ്യൂൽ ആയിട്ട് ഉപയോഗിക്കുന്നത്, ഡീസൽ എഞ്ചിനുകളിൽ ഡീസലാണ് ഫ്യൂൽ ഉപയോഗിക്കുന്നത്. അത്രേ പറയാനുള്ളൂ, അതിൽ കൂടുതലൊന്നും പറയാനില്ല. CNG ആണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആക്കാം, അല്ലെങ്കിൽ LPG ആക്കാം. LPG ആദ്യം നമുക്ക് ഉപയോഗിച്ചിരുന്നു അല്ലേ, പക്ഷെ ഇപ്പൊ ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ CNG എഞ്ചിൻസ് നിങ്ങൾക്ക് കുറെ അധികം കാണാൻ പറ്റും. മാനുഫാക്ചർ തന്നെ ഓൾറെഡി ഇപ്പൊ CNG എഞ്ചിൻസ് ഒക്കെ ഡയറക്റ്റ്ലി ഇറക്കാൻ തുടങ്ങി. ഗ്യാസോലിൻ എഞ്ചിൻ തന്നെ വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ്, പെട്രോൾ ടു സിമിലർ ആണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ പെട്രോൾ പ്ലസ് CNG എന്നുള്ള രീതിയിൽ തന്നെ ഹൈബ്രിഡ് എന്ന് പറയാൻ പറ്റൂല, എങ്കിലും ഹൈബ്രിഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം രണ്ട് പർപ്പസ് ഓഫ് ഫ്യൂൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് പെട്രോൾ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിട്ട് റണ്ണിങ് അധികം വാഹനം എന്ത് ചെയ്യുന്നുണ്ട്, CNG-ലാണ്. കുറച്ച് മൈലേജ് കാര്യങ്ങൾ കുറച്ച് കൂടുതൽ കിട്ടും. CNG-ക്ക് പെട്രോളിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ചെറിയൊരു വില കുറവുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ CNG വാഹനങ്ങൾ ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റും. ഈ ടാക്സി കൂടുന്ന ആളുകൾ അധികം CNG വാഹനങ്ങളാണ് ഇപ്പോൾ കൂടുതലായിട്ട് എടുക്കുന്നത്. കാരണം കുറെ അധികം ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വിധത്തിൽ ചെറിയൊരു വിധത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ലാസ്റ്റ് ഒരു പ്രോഫിറ്റ് ആയിട്ട് വരുന്നുണ്ട്.